ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ജര പറയാമോ ഇതേപോലെ പൂവുണ്ടാവാൻ ഞാൻ എന്താണ് ചെയ്യണമെന്ന് അറിയാമോ? സമയമില്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഇല്ലേ, ഇതേപോലെ പൂ നോക്കി എത്ര പൂവുണ്ടെന്ന് നോക്കി. അതേപോലെ വിരിയാൻ പോണത്, വിരിഞ്ഞു വരുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അതെ കണ്ട ഇഷ്ടമാതിരി ഉണ്ട്. ഇനിയുണ്ട് വരുന്നത് കണ്ട, ചോട്ടിക്കണ്ട വരുന്നത് കണ്ട. അപ്പം ഇതേപോലെ ഞാൻ വെറുതെ വരണതല്ല, നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിലില്ലേ, നമ്മളുടെ വീട്ടിൽ നിറയും ചെറുപയറുടെ പൂവായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ പറയാം. നമ്മൾ ഈ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കാനുള്ള മാവില്ലേ, ആ മാവ് എടുത്തു കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ നമുക്ക് ബാക്കി വരുമല്ലോ. എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാവ് ഒരാഴ്ചയും കൂടി വെച്ച് ചെറിയ ചെപ്പിൽ എന്തെങ്കിലും വെച്ച് പുളിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് വെള്ളം, അതായത് ആ മാവ് ഇപ്പോൾ ഒരു അര ഗ്ലാസ് ഉണ്ടെന്ന് വിചാരിച്ചോ, അതിൽ കൂടെ നമ്മളൊരു 2 ലിറ്റർ വെള്ളം കൂടി കൂട്ടിയാൽ മതി കേട്ടോ. അധികം വെള്ളം കൂട്ടണമെന്നില്ല. ഒരു 2 ലിറ്റർ വെള്ളം കൂടി കൂട്ടിക്കൊണ്ട് ഇതിനകത്ത് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ചെടിയിൽ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഇതേപോലെ പൂവുണ്ടാവും കണ്ട. ഇതേപോലെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുക നോക്കി, ഇതുണ്ട ഇത്രയും പൂവുണ്ടാവും. ഞാനപ്പോൾ ഇതിനകത്ത് കെമിക്കലായിട്ട് വേറെ ഒരു വളവും ഇടണില്ല കേട്ടോ. പിന്നെ ഇതിനകത്തുള്ളത് ഇതുണ്ട സവാളയുടെ തോല്, പിന്നെ വെളുത്തുള്ളിയുടെ തോല്, വെണ്ടക്കയൊക്കെ നമ്മൾ സാമ്പാറിനൊക്കെ അരിയണ വേസ്റ്റ് കഷ്ണങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കൊണ്ടുപോയി ഞാൻ ഇതിൻ്റെ ചോട്ടിലിടും. അപ്പം നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ, ഫലം നല്ലതായിരിക്കും. ഇതേപോലെ പൂവിട്ട് എന്നോട് എല്ലാവരും ചോദിക്കും, ഇത് എവിടെ നിന്നാണ് ഈ ചെടി മേടിച്ചതെന്ന് എല്ലാവരും ചോദിക്കും. പക്ഷേ ചെടി മേടിച്ചതും കൊണ്ട് കാര്യമില്ലല്ലോ ഗൈസ്, നമ്മളതിനെ പരിപാലിക്കണതും കൊണ്ടാണ് കാര്യം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഞാനിത് വെച്ചിട്ടുണ്ടല്ലോ 5 വർഷം കഴിഞ്ഞിട്ടാണ്. ഈ ഡിസംബർ വന്നപ്പോൾ 5 വർഷം കഴിഞ്ഞ് എൻ്റെ ഈ ചെടിച്ചട്ടിയിൽ ഇത് ഇരിക്കണത്. ഇതിൽ നിന്ന് ഞാൻ കുറച്ചൊക്കെ പറിച്ച് നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുമല്ലൊന്നും പൂവിട്ടിട്ടില്ല, അതപ്പുറം ഇരിപ്പുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കണമെന്നില്ല വളം സ്പെഷ്യലായിട്ട്. നമുക്ക് ഇതേപോലെ പൂവുണ്ടാക്കി കിട്ടും. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വേറൊരു കാര്യം മറന്നുപോയി, ഇത് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് സമയമില്ല എങ്കിലും ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പം ഇത്രയും പൂവുണ്ടായപ്പോൾ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് ഓർത്താണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.